അവരത്രയൊക്കെ പറഞ്ഞിട്ടും അപ്പനെന്താ അപ്പൊ ഒന്നും മിണ്ടാത്തത്? ഞങ്ങള് അത്രയ്ക്ക് മോശപ്പെട്ടവരാണ് അപ്പ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ മക്കളെ എനിക്കറിഞ്ഞുകൂടെ? ഈ ലോകം മുഴുവനും നിങ്ങളെ തള്ളി പറഞ്ഞാലും നിങ്ങളുടെ അപ്പൻ നിങ്ങളെ ഒരിക്കലും തള്ളി പറയില്ല. എന്റെ മൊത്തല്ലേ നിങ്ങള്? എന്റെ മേരി നിങ്ങളെ രണ്ടുപേരെയും എന്റെ കയ്യിൽ ഏൽപ്പിച്ചു പോയപ്പോൾ എന്നോട് ഒരു കാര്യമേ പറഞ്ഞുള്ളൂ, എന്റെ മക്കളെ പൊന്നുപോലെ നോക്കിക്കോണേന്ന്. സത്യം പറയടാ, നിങ്ങളെ രണ്ടുപേരെയും ഈ അപ്പൻ പൊന്നുപോലെ അല്ലേടാ നോക്കുന്നേ? അല്ലെന്ന് ഞങ്ങൾ പറഞ്ഞ അപ്പ നോക്കി, ഞങ്ങൾ ഇനി മുതൽ രണ്ടുപേരും പള്ളിയിലേക്ക് വന്നോളാം. ഉറപ്പ്. നല്ല കാര്യം. പക്ഷേ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ പോയിട്ട് കാര്യമില്ല. ജീവിതം ഒന്നേ ഉള്ളടാ, അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ആസ്വദിച്ച് ജീവിക്കടാ. നിങ്ങളുടെ അപ്പനില്ലാത്ത വിഷമം ഇവിടെ ആർക്കും വേണ്ടടാ. പോയി പണി നോക്കാൻ പറയടാ ഓരോരുത്തരോട്. അതാണ് ഞങ്ങളുടെ അപ്പൻ. അത്രേ ഉള്ളൂ. സാധനം ഇരിപ്പുണ്ടോ? പിന്നെ ഇല്ലാണ്ടാ എടുക്കടോ. എടാ മക്കളെ, ഇതൊക്കെ കാണാൻ എന്റെ മേരി ഇല്ലാതെ പോയല്ലോടാ. ഓർണോട് ഒഴിയടാ. എന്നാലും എന്റെ മേരി ആകാശത്ത് നക്ഷത്രമായി നിന്ന് ഇതെല്ലാം കണ്ട് സന്തോഷിക്കുന്നുണ്ടാവാം. നോക്കി കർത്താവേ, ഇത് കുറെ ഉണ്ടല്ലോ. എടി മേരി, മേരിയേ, ഇതിലേതാടി നീ? ഓ, മുകളിലത്തെ സ്റ്റാർ ഇല്ലെങ്കിൽ എന്താ, എന്റെ ഇടവും വലവും നിക്കുകയല്ലേ രണ്ട് സ്റ്റാറുകൾ. സൂപ്പർ സ്റ്റാറാ. ഓ, എനിക്കതങ്ങ് സുഖിച്ചു. ഒഴിയട പറഞ്ഞോടെ. മുണ്ട് മുടക്കടാ. പള്ളിയിലേക്കാ. ഇന്ന് എന്റെ മേരിയുടെ ഓർമ്മ ദിവസാ. ഇന്ന് 3 പേരും ഒന്നിച്ചാണല്ലോ. ഇതൊരു പുതിയൊരു കാഴ്ചയാണല്ലേ? ഇനി ഇങ്ങനെയാ. മേരി, വലിയൊരു കാര്യം പറയാ കേട്ടോ. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിന്റെ അടുത്ത് ഇവിടെ കിടക്കാൻ വരില്ല കേട്ടോ. എന്റെ ബോഡി മെഡിക്കൽ കോളേജിലെ പിള്ളേർക്ക് പഠിക്കാൻ കൊടുക്കുക. അത് വലിയൊരു പുണ്യപ്രവൃത്തിയാണ്. അതിന്റെ പേരിൽ നീ എന്നോട് പിണങ്ങില്ലല്ലോ. എന്റെ ആഗ്രഹം സാധിച്ചു തരാമെന്ന് നമ്മുടെ മക്കൾ സമ്മതിച്ചടി. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. നമ്മുടെ സലാനോസിന്റെ ഭാര്യയായ മേരി
ഇന്ന് നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് 28 വർഷമായ ഈ വേളയിൽ അവരുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഇരുന്ന് പ്രാർത്ഥിക്കാം. സിയോനിലുയരും അഭിനവഗാനം തവ സങ്കീർത്തനഗാനം. മക്കളെ ഒന്ന് പിടിച്ചേടാ. അച്ഛോ അതെ ഇത്തിരി വെള്ളം കൊണ്ടുവന്നേ, ഇത്തിരി വെള്ളം കൊണ്ടുവന്നേ. എന്താ അച്ഛോ? സമാധാനമൊന്നുമില്ലടാ, അവൻ ചുമ്മാ നമ്മളെ പറ്റിക്കാണ്. എന്ത് എന്താണ് തെളിച്ചു പറ. പോയടാ. അച്ഛൻ നോക്കൂ, ഒരിക്കൽ നമ്മുടെ ഈ പള്ളി ലോകം മുഴുവനും അറിയപ്പെടും. ഇവിടെ വിശ്വാസികളെ കൊണ്ട് നിറയും. ആ ജനസാഗരങ്ങളെ സാക്ഷി നിർത്തി എൻ്റെ ജിജോയുടെയും ജിൻഡോയുടെയും വിവാഹം ഞാനിവിടെ വെച്ച് നടത്തും. എനിക്കതങ്ങ് സുഖിച്ചു. ഒഴിയടാ പറഞ്ഞോടെ, എല്ലാം ശരിയാവും അച്ഛൻ. എടി മേരി, മേരിയേ. ഇന്ന് നമ്മെ വിട്ട് ഇഹലോകവാസം വെടിഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോയ നമ്മുടെ പ്രിയപ്പെട്ട സഭാനോസിൻ്റെ തിരുശരീരം നമുക്ക് മണ്ണിലേക്ക് ചേർക്കാം. മക്കളെ, അപ്പനൊരാഗ്രഹം പറഞ്ഞിട്ട് നിങ്ങൾ സാധിച്ചു തന്നില്ലോടാ. ശ്വാസം മുട്ടുന്നു, എനിക്കിവിടെ കിടക്കാൻ പറ്റുന്നില്ലടാ. എടാ, നമുക്ക് അപ്പന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കണ്ടേ? വേണം ചേട്ടാ, എനിക്കറിയാം ചേട്ടാ. എങ്ങോട്ട് പോണ്? അവിടെ ഒരു അർജന്റ് മീറ്റിംഗ് നടക്കുക, അത് കഴിയട്ടെ വിളിക്കുക. അവിടെ ഇരിക്കി. അല്ല സൂപ്രണ്ടിനെ കാണാൻ. മീറ്റിംഗ് ആയിട്ട് ഏട്ടാ അവിടെ ഇരിക്കി, പറയാം. അപ്പൊ ഇപ്പൊ കാണാൻ പറ്റൂലേ? എന്താന്ന് വെച്ചാലേ ചേട്ടാ നടക്കൂല. അല്ല തിരക്കിലാണ്, അത് കഴിയട്ടെ, മീറ്റിംഗ് കഴിയട്ടെ വിളിക്കാം. എന്നിട്ടേ നമുക്ക് മാക്സിമം നോക്കാം. അത് വിട്ട് കളയണ്ട, കാശ് കിട്ടുന്ന കേസാണ്. നമ്മളല്ലെങ്കിൽ വേറൊരുത്തിന് ഈ കാര്യം ചെയ്യും. കിട്ടുന്ന പൈസ ഞാൻ പോക്കറ്റിലാക്കാൻ നോക്കുക, മനസ്സിലായോ? കയ്യിൽ നിന്ന് വിടാതെ ഈ നോക്കുക. അതാണ് ഏറ്റവും പറ്റുന്ന വഴി. സാറേ നേരം എന്താ നീ കയറിക്കോട്ടെ. ഇന്നലെ കയറുന്നത് സൂപ്പറിനെ കാണാൻ. സൂപ്രണ്ടല്ലേ പോയത്? അയ്യോ പോയാ? അല്ല ഇപ്പൊ ഇനി കാണാൻ എന്ത് ചെയ്യും ചേട്ടാ? നിങ്ങള് 2 ദിവസം അവധിയാ. പോയിട്ട് തിങ്കളാഴ്ച വാ, തിങ്കളാഴ്ച സാറുണ്ടാവും. ഇവിടെ തിരക്കിലാണ്. ജോലി അത് നടപടി ആകൂല, ഞാനല്ലേ പറയുന്നേ. നീ ഒന്ന് വെയിറ്റ് ചെയ്യും, വേറെ വരും. ഞാനല്ലേ പറയുന്ന സെറ്റാക്കാ. നീ എന്ത് ടെൻഷനാണ്? ഞാൻ അവിടെ ഉണ്ട്. ഞാൻ പിന്നെ വിളിക്കട്ടോ, തിരക്കില്ല. പോയില്ലേ? എന്താ പോവാത്ത്? എന്താ നിങ്ങളെ പ്രശ്നം? കാര്യം പറയും. ഇവിടെ ഞാൻ കഴിഞ്ഞിട്ട് സൂപ്പറിൻ്റെ പോലുള്ളൂ. നിങ്ങൾ എന്താ കാര്യം എന്ന് വെച്ചാൽ എന്നോട് പറ. അത് ചേട്ടാ, അത് പറഞ്ഞോ. അതായത് എന്താ കാര്യം പറഞ്ഞോ. ചേട്ടാ ഞങ്ങളുടെ അപ്പൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എന്ത്? മരിച്ചു കഴിഞ്ഞാൽ ബോഡി മെഡിക്കൽ കോളേജിലെ പിള്ളേർക്ക് പഠിക്കാൻ കൊടുക്കണം.
അത് എന്നെ കൊണ്ട് കഴിയില്ല. സൂപ്രണ്ട് തന്നെ വിചാരിക്കാം. നിങ്ങൾ പോയിട്ട് തിങ്കളാഴ്ച വാ. ചേട്ടാ അല്ല ചേട്ടാ, ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? അത് പിന്നെ എന്താ പ്രശ്നം പറയേ. ഇന്നലെ ഞങ്ങളുടെ അപ്പം മരിച്ചു. അടക്കവും കഴിഞ്ഞു. അപ്പൊ ഇനി കുഴി തോണ്ടി ബോഡി എടുത്ത് കൊണ്ടുവന്നിട്ട് വേണം തരാൻ. ഇതാരും അറിയരുത്, ഞങ്ങളുടെ അപ്പൻ്റെ അവസാനത്തെ ആഗ്രഹമാണ്. അപ്പൊ ചേട്ടൻ എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്ത് തരണം. ചെയ്ത് തരുമോ? ഒന്ന് സെറ്റ് ചെയ്ത് തരണം പ്ലീസ്. കുഴി തോണ്ടാനാ? നിങ്ങൾ എന്ത് വർത്താനീ പറയുന്നത്? പ്ലീസ് ഒന്ന് പോയിടാ അവിടുന്ന്. കുഴി കിടക്കുന്ന ശബ്ദത്തിനെടുത്താ പഠിക്കാണ്ടിരുന്ന് പൊട്ടന്മാര്. ജാമ്യം കിട്ടാതെ ജീവപര്യന്ത അകത്ത് കിടക്കേണ്ടി വരും. കൊണ്ടുവന്നവനും കൂട്ടുവന്നവനും എല്ലാം പെടും. എല്ലാരും ഒത്താവും. ഇവിടെ ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാർക്ക് തന്നെ സമാധാനമില്ല. എന്നിട്ട് ചത്തവൻ എടുത്തോണ്ടിരുന്നു കുഴിന്ന്. ഒന്ന് പോയടാ ചേട്ടാ പോടാ.